Welcome you all. Today we are going to discuss about three-tier client-server architecture. In the previous lecture, we have already discussed about client-server computing. What is client-server computing? What are the advantages and disadvantages of client-server computing? So, ഈ ഒരു വീഡിയോ ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ത്രീ-ടയർ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ത്രീ-ടയർ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്താണെന്നുള്ളത് നോക്കാം. എ ത്രീ-ടയർ ആർക്കിടെക്ചർ ഈസ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ which is composed of three tiers or layers of logical computing. അഥവാ ഇതൊരു എന്താണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൻ്റെ ഒരു ടൈപ്പാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്യുമല്ലോ. സോ ആ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു ടൈപ്പാണ് ഈ ഒരു ത്രീ-ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ലോജിക്കൽ കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആർക്കിടെക്ചറാണ് ഈ ഒരു ത്രീ-ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ടും 3 ടയേഴ്സാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ 3 ലെയേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. 3 ടയേഴ്സ് അല്ലെങ്കിൽ 3 ലെയേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. They are often used in applications as a specific type of client server systems. ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലയൻറ്റ് സെർവർ സിസ്റ്റംസ് അതേ ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് ക്ലയൻറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ സെർവർ ഉണ്ടാവും. സോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഒരു ത്രീ-ടയർ ആർക്കിടെക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുള്ളത്. A three-tier architecture provide many benefits for productions and development environments by modularizing the user interface, business logic and data storage layers. ഈ ഒരു ത്രീ-ടയർ ആർക്കിടെക്ചർ കുറേ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഥവാ പ്രൊഡക്ഷൻ്റെ കേസിലായാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കതിന് ഈ ഒരു ത്രീ-ടയർ ആർക്കിടെക്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ബെനിഫിറ്റ്സ് നമുക്ക് കൊടുക്കുന്നുണ്ട്. സോ എങ്ങനെയാണ് ഇത് ബെനിഫിറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഡുലറൈസേഷൻ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്, അഥവാ യൂസർ ഇൻ്റർഫേസ് ആക്കിയിട്ട്, ദാറ്റ് മീൻസ് 3 മൊഡ്യൂളാക്കിയിട്ടാണ് മോഡുലറൈസേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു ബെനിഫിറ്റ്സൊക്കെ പ്രൊഡക്ഷനിലും അത് ഡെവലപ്മെൻറ്റിലൊക്കെ കൊടുക്കുന്നത്. അത് ആ ഒരു മോഡുലൈസേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. യൂസർ ഇൻ്റർഫേസ്, ബിസിനസ് ലോജിക് ആൻഡ് ഡാറ്റ സ്റ്റോറേജ് ലെയേഴ്സ്, ഇങ്ങനെ 3 മോഡുലറൈസേഷൻ ചെയ്തിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ത്രീ-ടയർ ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഈ ഒരു പ്രൊഡക്ഷനിലും ഡെവലപ്മെൻറ്റിലും ഒക്കെ കൊടുക്കുന്നത്. ഡൂയിങ് സോ ഗിവൺ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ടു ഡെവലപ്മെൻറ്റ് ടീം ബൈ അലോവിങ് ദം ടു update a specific part of an application independently of the other parts. എന്താണ് ഇത്, ഈ ഒരു ത്രീ-ടയർ ആർക്കിടെക്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റിന് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഇത് എന്താണ് ഡിഫറെൻറ്റ് പാർട്സ് ആക്കിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു പാർട്ടിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പാർട്ടിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അതിനെടുത്തുകൊണ്ട് തന്നെ നമുക്കതിനെ മാറ്റാൻ പറ്റും, ആ ഒരു പാർട്സിനെ മാത്രം മാറ്റാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ പാർട്സ്, മറ്റുള്ള പാർട്സിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ നമുക്കൊരു പർട്ടിക്കുലർ പാർട്ടിനെ എടുത്തിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ അങ്ങനത്തെ തരത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റാണ് ഇത് ത്രീ-ടയർ ആർക്കിടെക്ചർ ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. This added flexibility can improve overall time to market and decrease development cycle times by giving development teams the ability to replace or upgrade independent tiers without affecting the other part of the systems. അതേപോലെ തന്നെ അത് അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഇതിൽ പറയുന്നത്. ഒരു ഓവറോൾ ബെനിഫിറ്റ്സ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്ത് ചെയ്യുന്നു, ഇത് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ടൈമിൽ മൊത്തത്തിലെടുക്കുന്ന ടൈം ടു മാർക്കറ്റ് അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഓവറോൾ ടൈം ടു മാർക്കറ്റ് അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടൈം എത്രയാണോ ഡെവലപ്മെൻറ്റ് സൈക്കിളിന് വേണ്ടിയിട്ടുള്ള ടൈം അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് അത് എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള എബിലിറ്റിയും എന്തിലുണ്ട്, ഈ ഒരു ത്രീ-ടയർ ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ട്. മറ്റുള്ള പാർട്സിനെ എഫക്റ്റ് ചെയ്യാതെ, ആ ഒരു സിസ്റ്റത്തിൽ തന്നെ മറ്റുള്ള പാർട്സിനെ എഫക്റ്റ് ചെയ്യാതെ
നമുക്കൊരു പർട്ടിക്കുലർ പാർട്സിനെ മാത്രം റീപ്ലേസ് ചെയ്യാനോ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറ്റും ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3 ടയർ ആർക്കിടെക്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സിൽ വരുന്നത്. നമ്മൾ ബെനിഫിറ്റ്സ് താഴെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് 3 ടയർ ആർക്കിടെക്ചർ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ മെയിനായിട്ട് 3 ടയേഴ്സ് അല്ലെങ്കിൽ 3 ലെയേഴ്സാണ് ഉണ്ടാവുക. സോ നമ്മൾ അടുത്തതായിട്ട് ആ ഒരു 3 ലെയേഴ്സ് അല്ലെങ്കിൽ 3 ടയേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിക്ചറിക്കലി കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഡാറ്റ ടയർ ഉണ്ട്, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ടയർ ഉണ്ട്, പ്രസൻറ്റേഷൻ ടയർ ഉണ്ട്. സോ അതുതന്നെയാണ് ഇവിടെയും കാണിച്ചിട്ടുള്ളത്. പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, ഡാറ്റ ലെയർ. ഏറ്റവും താഴെ ഉണ്ടാവുക ഡാറ്റ ലെയർ ആയിരിക്കും, അതിന് നിറവിൽ ആപ്ലിക്കേഷൻ ലെയർ, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പ്രസൻറ്റേഷൻ ലെയേഴ്സ്. സോ ഇവിടെ കുറച്ച് അതിൻ്റെ ടെക്നോളജീസൊക്കെ കാണിച്ചിട്ടുണ്ട്, നമ്മളത് താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ടയേഴ്സും നമുക്ക് നോക്കാം എന്താണത് എന്നുള്ളതൊക്കെ നോക്കാം. ആദ്യം തന്നെ പ്രസൻറ്റേഷൻ ടയർ. ദ പ്രസൻറ്റേഷൻ ടയർ ഈസ് ദ ഫ്രണ്ട് എൻഡ് ലെയർ ഇൻ ദ 3 ടയർ സിസ്റ്റം ആൻഡ് കൺസിസ്റ്റ് ഓഫ് ദ യൂസർ ഇൻ്റർഫേസ്. എന്താണ് പ്രസൻറ്റേഷൻ ടയർ എന്ന് പറയുന്നത്? ഫ്രണ്ട് എൻഡ് ആയിരിക്കും, ഫ്രണ്ട് എൻഡ് ലെയർ ആണ് എന്ത് പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറയുന്നത്. അഥവാ ഒരു 3 ടയർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് എൻഡ് ലെയർ ആണ് എന്ത് ഈ പ്രസൻറ്റേഷൻ ടയർ എന്ന് പറയുന്നത്. അത് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ദ യൂസർ ഇൻ്റർഫേസ്. അതിലായിരിക്കും യൂസർ ഇൻ്റർഫേസ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന യൂസേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന യൂസർ ഇൻ്റർഫേസ് ഉണ്ടാവുക ഈ ഒരു പ്രസൻറ്റേഷൻ ടയറിലായിരിക്കും. ദിസ് യൂസർ ഇൻ്റർഫേസ് ഈസ് ഓഫ്റ്റൻ എ ഗ്രാഫിക്കൽ വൺ accessible through a web browser or a web-based application and which display content and information useful to an end users. സോ ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ടാണ്, ദാറ്റ് മീൻസ് അത് ഗ്രാഫിക്കൽ ആവാം അല്ലാത്തതാവാം. ഇങ്ങനെ ഈ ഗ്രാഫിക്കൽ അല്ലെങ്കിൽ അല്ലാത്ത യൂസർ ഇൻ്റർഫേസിലൂടെ എന്ത് ചെയ്യുന്നു, എൻഡ് യൂസറിലോട്ട് എന്ത് ചെയ്യുന്നു, കണ്ടൻറ്റിന് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസിനെ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. വെബ് ബ്രൗസറിലൂടെയോ അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസിലൂടെയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻഡ് യൂസറിലോട്ട് കണ്ടൻറ്റിന് അല്ലെങ്കിൽ ഇൻഫോർമേഷനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്ന യൂസർ ഇൻ്റർഫേസിലുള്ള ഒരു പാർട്ടാണ് ഈ പ്രസൻറ്റേഷൻ ടയർ എന്ന് പറയുന്നത്. ഇത് എന്താണ് 3 ടയർ സിസ്റ്റത്തിൽ എന്താണ് ഫ്രണ്ട് എൻഡ് ഒരു ലെയറാണ് എന്ത് ഈ പ്രസൻറ്റേഷൻ ലെയർ എന്നുകൊണ്ട് ലെയർ. ഓക്കെ, സോ ദിസ് ടയർ ഈസ് ഓഫ്റ്റൻ ബിൽഡ് ഓൺ വെബ് ടെക്നോളജി സച്ച് ആസ് HTML5, JavaScript, CSS or through other popular web development frameworks and communicate with other layer through API calls. ദെൻ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഉള്ള ഇത് ബിൽഡ് ചെയ്യുന്ന ഈ ഒരു ടയർ അല്ലെങ്കിൽ ഈ ഒരു ലെയർ ബിൽഡ് ചെയ്യുന്ന വെബ് ടെക്നോളജീസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. HTML5, JavaScript, CSS പോലുള്ള വെബ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലെയർ എന്ത് ചെയ്തിട്ടുള്ളത്, ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദെൻ എന്താണ് ഇത് എന്ത് ചെയ്യുന്നു, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അഥവാ മറ്റുള്ള ലെയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് API കോൾസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഇതിലുള്ള ഈ ഒരു ലെയർ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ വെബ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് ഓർത്ത് വെക്കുക. HTML5, JavaScript, അതേപോലെ തന്നെ CSS, അതേപോലെ തന്നെ മറ്റ് പോപ്പുലർ ആയിട്ടുള്ള വെബ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്ക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 3 ടയർ ആർക്കിടെക്ചറിലെ ഏറ്റവും ടോപ്പിലുള്ള പ്രസൻറ്റേഷൻ ടയർ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ലെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ അത് എന്ത് ചെയ്യുന്നു, ആ ഒരു ലെയർ മറ്റുള്ള ലെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ API കോൾസ് വഴിയാണ് അത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ടയർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ടയർ ആണ്. ആപ്ലിക്കേഷൻ ടയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ആപ്ലിക്കേഷൻ ടയർ കണ്ടെയ്ൻസ് ദ ഫങ്ഷണൽ ബിസിനസ് ലോജിക് വിച്ച് ഡ്രൈവ്സ് ആൻ ആപ്ലിക്കേഷൻസ് കോർ കാപ്പബിലിറ്റീസ്. എന്താണ് ആപ്ലിക്കേഷൻ ടയർ ആണ് കോർ ആയിട്ടുള്ള ലെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിഡിൽ ലെയർ ആണ്. ദാറ്റ് മീൻസ് അത് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫങ്ഷണൽ ബിസിനസ് ലോജിക്കാണ്. ദാറ്റ് മീൻസ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷനാലിറ്റിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ലെയറാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അത് ഓഫ്റ്റൻ റിട്ടൺ ഇൻ ജാവ, അതേപോലെ തന്നെ .NET, C#, Python, C++ പോലുള്ള ടെക്നോളജീസിൽ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ടയർ എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ അതാണ് ആപ്ലിക്കേഷൻ ടയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഏറ്റവും താഴെയുള്ള ഡാറ്റ ടയർ. ദ ഡാറ്റ ടയർ കംപ്രൈസസ് ഓഫ് ദ ഡാറ്റാ ബേസ് ഓർ ഡാറ്റ സ്റ്റോറേജ് സിസ്റ്റം ആൻഡ് ഡാറ്റ ആക്സസ് ലെയർ. സോ ഈ ഡാറ്റ ടയറിൽ മെയിനായിട്ട് ഉണ്ടാവുക ഡാറ്റാ ബേസ് അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജ് സിസ്റ്റമാണ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഓഫ് സിസ്റ്റംസ് ആ MySQL, Oracle, PostgreSQL, അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് SQL സെർവർ,
മോങ്കോ ഡി ബി പോലുള്ള എന്താണ് ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റാ സ്റ്റോറേജ് സിസ്റ്റംസ് ആയിരിക്കും ഈ 3 ടയറിൽ അഥവാ ഡാറ്റ ടയർ മൂന്നാമത്തെ ഏറ്റവും താഴെയുള്ള ടയറായിട്ടുള്ള ഡാറ്റ ടയറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഡാറ്റയെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ ഈസ് ആക്സസ്ഡ് ബൈ ദ ആപ്ലിക്കേഷൻ ലെയർ വൈ API കോൾസ്. ദെൻ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു ഏറ്റവും താഴെയുള്ള ലെയറാണ് ഡാറ്റ ലെയർ എന്ന് പറഞ്ഞു. ഈ ഡാറ്റ ലെയർ ഈ ഒരു എന്താണ് ഡാറ്റ ലെയറിലുള്ള ഡാറ്റാസിനെ ദാറ്റ് മീൻസ് ഡാറ്റാ ബേസിലുള്ള ഡാറ്റയെ ആപ്ലിക്കേഷൻ ലെയർ ആക്സസ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഈ ഒരു API കോൾസ് വെച്ചിട്ടാണ്. ഈ API കോൾ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലെയർ അത് എന്ത് ചെയ്യുന്നത് പ്രസൻറ്റേഷൻ ലെയർ വഴി എന്ത് ചെയ്യുന്നത് എൻഡ് യൂസറിലോട്ട് എന്ത് ചെയ്യുന്നത് യൂസർ ഇൻ്റർഫേസിലൂടെ വ്യൂ ചെയ്യിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് API കോൾസ് ആണ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇൻ ബിറ്റ്വീൻ 3 ടയേഴ്സ്. ഓക്കെ, then നമുക്ക് the typical structure of a 3-tier architecture deployment would have the presentation tier deployed to a desktop, laptop and tablet or mobile device either via web browser or web-based application utilizing a web servers. നമ്മളിപ്പോൾ ഇനി ഈ ഓരോ ടയേഴ്സിൻ്റെയും എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് എന്തൊക്കെയായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. ഇപ്പോൾ 3-tier ആർക്കിടെക്ചറിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള പ്രസൻറ്റേഷൻ ടയർ അപ്പോൾ ഡിപ്ലോയ് ചെയ്യുന്നത് അത് ഉള്ളത് എന്തായിരിക്കും ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ടാബ്ലറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഡിവൈസസിലായിരിക്കും. അതിലുള്ള വെബ് ബ്രൗസേഴ്സ് അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വഴി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ ആയിരിക്കും ഏതിലുണ്ടാവുക ഈ ഏറ്റവും ടോപ്പിലുള്ള പ്രസൻറ്റേഷൻ ടയറിൽ ഉണ്ടാവുക. സോ ആ ഒരു വെബ് ബ്രൗസറോ അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനോ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പിന്നെ ആപ്ലിക്കേഷൻ ടയറിലോ അല്ലെങ്കിൽ എന്താണ് ആപ്ലിക്കേഷൻ ടയറിലൂടെ വരുന്ന എന്ത് ചെയ്യുന്നു ഡാറ്റ എൻഡ് യൂസറിലോട്ട് വ്യൂ ചെയ്യിക്കുന്നത്. ഓക്കെ, സോ ദ അണ്ടർലൈയിങ് ആപ്ലിക്കേഷൻ ടയർ ഈസ് യൂഷ്വലി ഹോസ്റ്റഡ് ഓൺ 1 or more ആപ്ലിക്കേഷൻ സെർവേഴ്സ്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് ആപ്ലിക്കേഷൻ ടയറിനെ കുറിച്ചിട്ടാണ്. ആപ്ലിക്കേഷൻ ടയർ യൂഷ്വലി ഹോസ്റ്റ് ചെയ്യുന്നത് ഒന്നിലധികമോ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സെർവേഴ്സിലായിരിക്കും ഇത് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ക്യാൻ ആൾസോ ബി ഹോസ്റ്റഡ് ഇൻ ദ ക്ലൗഡ്. അതേപോലെ തന്നെ ക്ലൗഡിലും എന്ത് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ ടയർ ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഒന്നിലധികമോ ആപ്ലിക്കേഷൻ സെർവേഴ്സിൽ ഹോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യാം ഓർ എ ഡെഡിക്കേറ്റഡ് വർക്ക് സ്റ്റേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ കോംപ്ലക്സിറ്റി ആൻഡ് പ്രോസസ്സിംഗ് പവർ നീഡഡ് ബൈ ദ ആപ്ലിക്കേഷൻ. ആ ഒരു ആപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള പ്രോസസ്സിംഗ് പവർ അല്ലെങ്കിൽ കോംപ്ലക്സിറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അത് വേണമെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് സ്റ്റേഷനിലും എന്താവാം ഈ ഒരു ലെയർ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ടയർ എന്ന് പറയുന്നത് ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ടയർ ഹോസ്റ്റ് ചെയ്യുന്നത് എവിടേക്കാണോ ഒന്നുകിൽ ഒന്നിലധികം ആപ്ലിക്കേഷൻ സെർവേഴ്സിൽ നമുക്കത് ഹോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്ലൗഡിൽ നമുക്കത് ഹോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് സ്റ്റേഷനിലും അത് ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, and the data layer ലാസ്റ്റുള്ള ഡാറ്റ ലെയർ would normally comprise of 1 or more relational database or big data sources or other type of database system hosted either on premises or in the cloud. നമുക്ക് എന്ത് ചെയ്യാം 3-tier ആർക്കിടെക്ചറിലെ ഏറ്റവും താഴെയുള്ള ഡാറ്റ ലെയർ മെയിനായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസസ് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ബിഗ് ഡാറ്റ സോഴ്സുകൾ അല്ലെങ്കിൽ ഡാറ്റാബേസ് സിസ്റ്റംസിലെ മറ്റ് ഡാറ്റാബേസ് സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡാറ്റ ലെയർ ഹോസ്റ്റ് ചെയ്യുന്നത്. സോ അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലൗഡിലും എന്ത് ചെയ്യാം ഈ ഒരു ഡാറ്റ ലെയർ ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത് എവിടേക്കാണ് ഈ 3 ലെയേഴ്സും ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അത് നിങ്ങൾ ഓർത്ത് വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഒരു 3-tier ആർക്കിടെക്ചറിന് എക്സാമ്പിളാണ് അടുത്തതായിട്ട് ഇവിടെ പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ. എ സിമ്പിൾ എക്സാമ്പിൾ ഓഫ് എ 3-tier ആർക്കിടെക്ചർ ഇൻ ആക്ഷൻ വുഡ് ബി ലോഗഡ് ഇൻ ടു മീഡിയ അക്കൗണ്ട് സച്ച് ആസ് നെറ്റ്ഫ്ലിക്സ് ആൻഡ് വാച്ചിങ് എ വീഡിയോ. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. നമ്മളുടെ ഒരു മീഡിയ അക്കൗണ്ട് ഉണ്ട്, നമുക്ക് നെറ്റ്ഫ്ലിക്സ് പോലുള്ള അതിൽ നമുക്കൊരു മീഡിയ അക്കൗണ്ട് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? വീഡിയോസ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിലോട്ട് ലോഗിൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ലോഗിൻ ചെയ്യുന്നു, ആ ഒരു മീഡിയ അക്കൗണ്ട് നെറ്റ്ഫ്ലിക്സിലോട്ട് ലോഗിൻ ചെയ്യുന്നു, ദെൻ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ 3-tier ആർക്കിടെക്ചറിന് ഒരു എക്സാമ്പിളാണ്, സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. You start by logging in either via the web or
വൈ എ മൊബൈൽ ആപ്ലിക്കേഷൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത് ഈ ഒരു നെറ്റ്ഫ്ലിക്സിലോട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ വെബ് വഴി അല്ലെങ്കിൽ മൊബൈൽ വഴി, മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിസ്റ്റത്തിലോട്ട് ലോഗിൻ ചെയ്യുന്നുണ്ട് അല്ലേ, ലോഗിൻ ചെയ്യുന്നുണ്ട്. സോ വൺസ് യു ആർ ലോഗഡ് ഇൻ, യു മൈറ്റ് ആക്സസ് എ സ്പെസിഫിക് വീഡിയോ ത്രൂ എ നെറ്റ്ഫ്ലിക്സ് ഇൻ്റർഫേസ് വിച്ച് ഈസ് ദ പ്രസൻറ്റേഷൻ ടയർ യൂസ്ഡ് ബൈ യു ആസ് എൻ എൻഡ് യൂസർ. ഇതെന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്പെസിഫിക് വീഡിയോസ് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ആ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്തിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. നെറ്റ്ഫ്ലിക്സിൻ്റെ ഇൻ്റർഫേസിലൂടെ നമുക്ക് ആ ഒരു നെറ്റ്ഫ്ലിക്സിലുള്ള വീഡിയോ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് ആക്സസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്, പ്രസൻറ്റേഷൻ ടയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പ്രസൻറ്റേഷൻ ടയർ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എന്താണ്, ആ ഒരു സിസ്റ്റത്തിൻ്റെ എൻഡ് യൂസറാണ്. സോ ആ പ്രസൻറ്റേഷൻ ടയർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ്ഫ്ലിക്സിലുള്ള വീഡിയോ നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുന്നു, വാച്ച് ചെയ്യുന്നു. ഓക്കെ, സോ അവിടെ പ്രസൻറ്റേഷൻ ടയർ ഉള്ളത് മനസ്സിലായിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്, നെറ്റ്ഫ്ലിക്സിലെ വീഡിയോസ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൺസ് യു ഹാവ് സെലക്ടഡ് എ വീഡിയോ, ദാറ്റ് ഇൻഫോർമേഷൻ ഈസ് പാസ്ഡ് on to the application tier, which will query the data tier to call the information, or in this case a video back up to the presentation tier. എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നെറ്റ്ഫ്ലിക്സിൽ കയറി കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത വീഡിയോയുടെ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും, നേരെ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റേഷൻ ടയറിൽ നിന്നും ആപ്ലിക്കേഷൻ ടയറിലോട്ട് പാസ് ചെയ്യും. ആപ്ലിക്കേഷൻ ടയർ എന്ത് ചെയ്യും, ആ സെലക്ഷനെ എന്ത് ചെയ്യുന്നു, ക്വറി രൂപത്തിലാക്കിയതിന് ശേഷം ഡാറ്റ ടയറിലോട്ട് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യും. ദെൻ ഡാറ്റ ടയറിൽ നിന്നാണ് ആ ഒരു ഇൻഫോർമേഷൻസ് എടുത്തിട്ട് ആപ്ലിക്കേഷൻ ടയർ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പ്രസൻറ്റേഷൻ ടയറിലോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റുന്നത്. ഓക്കെ, ദിസ് ഹാപ്പൻ എവറി ടൈം യു ആക്സസ് എ വീഡിയോ ഫ്രം മോസ്റ്റ് മീഡിയ സൈറ്റ്സ്. ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ കേസിൽ മാത്രമല്ല, മോസ്റ്റ് മീഡിയ സൈറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഹാപ്പൻ ചെയ്യുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ഒരു രീതിയിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ ഈ 3 ടയർ ആർക്കിടെക്ചറിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏതൊരു സിസ്റ്റത്തിലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ഒരു 3 ടയർ ആർക്കിടെക്ചറിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് 3 ലെയർ ആർക്കിടെക്ചറിൻ്റെ ബെനിഫിറ്റ്സുകൾ നോക്കാം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിവേ നമുക്ക് ഒന്നുകൂടി നോക്കാം. ദർ ആർ മെനി ബെനിഫിറ്റ്സ് ടു യൂസിങ് എ 3 ലെയർ ആർക്കിടെക്ചർ ഇൻക്ലൂഡിങ് സ്പീഡ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഒന്ന് സ്പീഡ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്കേലബിലിറ്റി എന്നുള്ളത് ഒരു ബെനിഫിറ്റാണ്. പെർഫോമൻസ് ഹൈ ആയിരിക്കും ഇതിൻ്റെ കേസിൽ 3 ലെയർ ആർക്കിടെക്ചറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ. അതേപോലെ തന്നെ അവൈലബിലിറ്റിയും എന്താണ്, ഹൈ ആണ്. ആസ് മെൻഷൻ, മോഡുലറൈസേഷൻ, ഡിഫറെൻറ്റ് ടയേഴ്സ് ഓഫ് എൻ ആപ്ലിക്കേഷൻ ഗിവ് ഡെവലപ്മെൻറ്റ് ടീം the ability to develop and enhance a product with greater speed than developing a singular code base, because a specific layer can be upgraded with minimal impact on other layers. എന്താ പറയുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു മോഡുലറൈസേഷൻ, ഈ ഒരു 3 ലെയർ ആർക്കിടെക്ചറിൻ്റെ കേസിലുള്ള മോഡുലറൈസിങ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 3 ടയേഴ്സ് ആയിട്ടാണ് അത് മോഡുലറൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് ടീമിന് എന്ത് ചെയ്യുന്നു, ഇത് എന്താണ് ഡെവലപ്പ് ചെയ്യാൻ എന്താണ് വളരെ ഈസിയാണ്. എന്താണ് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇങ്ങനെ ഒരു 3 ലെയേഴ്സിലായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, അതിലെന്തെങ്കിലും അപ്ഗ്രേഡ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എഫേർട്ട് എടുത്താൽ മാത്രം മതി. കാരണം എന്താണ്, ഓരോ പാർട്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ആൾസോ ഹെൽപ്പ് ഇംപ്രൂവ് ഡെവലപ്മെൻറ്റ് എഫിഷ്യൻസി ബൈ അലോവിങ് ടീംസ് ടു ഫോക്കസ് ഓൺ ദെയർ കോർ കോമ്പിറ്റൻസീസ്. അതേപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റാണ് എന്ത്, എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എഫിഷ്യൻസി ഹൈ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് ടീമാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൽ എന്ത് ചെയ്യുന്നു, ഓരോരുത്തർക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു പർട്ടിക്കുലർ പോർഷൻ അലോട്ട് ചെയ്തിട്ടുണ്ടാകും. സോ അവർക്ക് അതിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. സോ അങ്ങനത്തെ തരത്തിലുള്ള ഒരു ആർക്കിടെക്ചർ ആയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, സോ അതൊരു എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ സ്കേലബിലിറ്റി ഈസ് അനദർ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ഓഫ് എ 3 ടയർ ആർക്കിടെക്ചർ. സ്കേലബിലിറ്റി എന്നുള്ളത് എന്താണ്, മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്.
By separating out the different layers, you can scale each independent dependent on the need at any given time. അത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, 3 ഈ ലെയേഴ്സുകളെയും ഡിഫറെൻറ്റ് ലെയേഴ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻ്റ്ലി അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഏതൊരു സമയത്തും നമുക്കത് സ്കെയിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ടാണ് സ്കെയിലബിലിറ്റി എന്ന് പറയാനുള്ള കാരണം. ദിസ് അലോ യു ടു ലോഡ് ബാലൻസ് ഈച്ച് ലെയർ ഇൻഡിപെൻഡൻ്റ്ലി. നമുക്ക് എന്ത് ചെയ്യും, ബാലൻസ് ലോഡ് ചെയ്യാൻ പറ്റും. ലോഡ് ബാലൻസിങ് പോസിബിൾ ആണ് ഓരോ ലെയേഴ്സിൻ്റെയും കേസിൽ ഇൻഡിപെൻഡൻ്റ്ലി. അതുപോലെ തന്നെ ഇംപ്രൂവിങ് ഓവറോൾ പെർഫോമൻസ്, നമുക്ക് ഓവറോൾ പെർഫോമൻസ്, ആ ഒരു സിസ്റ്റത്തിൻ്റെ ഓവറോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വിത്ത് മിനിമൽ റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്കത് അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അഡീഷണലി ദ ഇൻഡിപെൻഡൻസ് ക്രിയേറ്റഡ് ഫ്രം മോഡലൈസേഷൻ ദ ഡിഫറെൻറ്റ് ടയേഴ്സ് ഗിവ് യു മെനി ഡെവലപ്മെൻറ്റ് ഓപ്ഷൻസ്. നമ്മൾ പറഞ്ഞു എന്താണ് ഇൻഡിപെൻഡൻസ് ഏതിൻ്റെ കേസിലുണ്ട്, 3 ലെയർ ആർക്കിടെക്ചറിൻ്റെ കേസിലുണ്ട്. ഓരോ പാർട്സും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതൊരു ബെനിഫിറ്റ് ആയിട്ടാണ് വരുന്നത് ഡെവലപ്മെൻറ്റിൽ. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ദാറ്റ് മീൻസ് യു മേ ചൂസ് to have your web server hosted in a public or private cloud, while your application and data layer may be hosted on site, or you may have your application and data layer hosted in the cloud while your web server may be locally hosted, or any combination thereof. അഥവാ അത് ഒരു എക്സാമ്പിൾ വെച്ചതാണ്. ദാറ്റ് മീൻസ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ ലെയർ ഇപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുടെ എന്താണ് ലോക്കലി ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലൗഡിലും ഹോസ്റ്റ് ചെയ്തിട്ട് അത് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അടുത്തത് ബൈ ഹാവിങ് disparate layers, you can also increase reliability and availability by hosting different parts of your application on different servers and utilizing cached results. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആണ് 3 ടയർ ആർക്കിടെക്ചറിൻ്റെ. എന്താണ്, റിലയബിലിറ്റിയും അതേപോലെ തന്നെ അവൈലബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ 3 ലെയർ ആർക്കിടെക്ചറിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് നമുക്ക് ഡിഫറെൻറ്റ് സെർവേഴ്സിൽ അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ എന്ത് ചെയ്യുന്നു, നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്താണ്, യൂട്ടിലൈസിങ് കാഷ്ഡ് റിസൾട്ട് എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ with a full stack system, you have to worry about a server going down and greatly affecting performance throughout your entire system. എന്താ പറയുന്നത്, ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെർവേഴ്സിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഹോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സെർവറിലാണ് എല്ലാം ഹോസ്റ്റ് ചെയ്തതെങ്കിൽ ആ ഒരു സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെർവേഴ്സിൽ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. Okay, but with a 3 layer application, the increasing independency created when physical separating different parts of an applications, minimizing performance issuing when a server goes down. അഥവാ പറഞ്ഞത് സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഈ ഒരു പ്രശ്നം വരും. അഥവാ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പെർഫോമൻസ് മിനിമൈസ് ചെയ്യും സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ. പക്ഷേ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് ആക്കി വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.